ഫുട്ബോൾ ലോകം ഇക്കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത താരങ്ങളാണ് ബാഴ്സലോണയുടെ ലാമിൻ യമാലും റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പയും. റയലിനായി എംബാപ്പെ അരങ്ങേറ്റ സീസൺ അവസ്മരണീയമാക്കിയപ്പോൾ ബാഴ്സലോണയെ ട്രിപ്പിൾ കിരീടത്തിലേക്ക് നയിച്ചാണ് യമാലിന്റെ പ്രയാണം. 7-ാം വയസ്സിൽ കളിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച് ബാഴ്സലോണയ്ക്ക് വേണ്ടി 10 വർഷങ്ങൾക്ക് ശേഷം ഈ സീസണിൽ 3 കിരീടങ്ങളാണ് യമാൽ കൊണ്ടുവന്നത്. ബാഴ്സയുടെ പ്രശസ്തമായ ലാമാസെ അക്കാഡമിയിലൂടെ പന്ത് തട്ടി തുടങ്ങിയ യമാൽ ഏതാനും ദിവസം മുമ്പ് സീനിയർ ടീമിനായി 6 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കി. ഗോളടിക്കുക മാത്രമല്ല, ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലേ മേക്കർ എന്ന നിലയിലാണ് യമാൽ എംബാപ്പയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. വിങ്ങിലൂടെ ആക്രമിച്ചു കയറി കളം നിറയുകയും മികച്ച ഡ്രിബ്ലിംഗ് പാടവം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് യമാൽ. എന്നാൽ എതിർ ഗോൾ മുഖത്ത് അത്യന്തം അപകടകാരിയായ എംബാപ്പെ ദ്രുതഗതിയിലുള്ള ചലനങ്ങൾ കൊണ്ടും അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ കഴിയുന്ന സ്കോറിംഗ് പാടവം കൊണ്ടുമാണ് വിസ്മയിപ്പിക്കുന്നത്. ഇത്തവണ ലാലിഗയിൽ യമാൽ എതിർ പെനാൽറ്റി ബോക്സുകളിൽ 256 തവണയാണ് പന്ത് തൊട്ടത്. എംബാപ്പെ 363 ടച്ചുകളുമായി റെക്കോർഡ് കുറിക്കുകയുണ്ടായി. സീസണിലുടനീളം തന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചില്ല. റയൽ മാഡ്രിഡിനൊപ്പം കിരീട നേട്ടങ്ങളൊന്നുമില്ല എന്നതൊക്കെയാണ് എംബാപ്പയുടെ പോരായ്മ. ഈ സീസണിൽ 31 ലീഗ് ഗോളുകൾ നേടി ഫ്രഞ്ച് സൂപ്പർ താരം ലാലിഗയുടെ ടോപ്പ് സ്കോററായി തന്റെ അരങ്ങേറ്റ സീസൺ അവസാനിപ്പിച്ചു. ഈ സീസണിൽ യൂറോപ്പിലെ 5 പ്രധാന ലീഗുകൾ പരിശോധിച്ചാൽ 30-ലധികം ഗോളുകൾ നേടിയ ഏക കളിക്കാരനാണ് എംബാപ്പെ. അരങ്ങേറ്റ സീസണിൽ റയൽ മാഡ്രിഡിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡിനും അദ്ദേഹം അർഹനായി. യൂറോപ്പിൽ ഗോൾ പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ പായിച്ചവരുടെ പട്ടികയിൽ എംബാപ്പെ 161 എണ്ണവുമായി ഒന്നാമതെത്തി. സീസണിൽ 54 തവണ യമാൽ കളത്തിലിറങ്ങി 18 ഗോളുകളും 25 അസിസ്റ്റുകളും നേടി. എംബാപ്പയുടെ സീസണിൽ 54 മത്സരങ്ങളിൽ 40 ഗോളും തന്റെ പേരിൽ കുറിച്ചു. കഴിഞ്ഞ വർഷം റയൽ മാഡ്രിഡിനെ 5-2 പരാജയപ്പെടുത്തി സ്പാനിഷ് സൂപ്പർ കപ്പ് സ്വന്തമാക്കിയ ബാഴ്സ ടീമിൽ യമാലിന്റെ സാന്നിധ്യം നിർണായകമായിരുന്നു. ബാഴ്സയെ 28-ാം ലാലിഗ ട്രോഫി നേടുന്നതിലും കോപ്പ ഡെൽ റേ കിരീടം ചൂടിക്കുന്നതിലും യമാൽ സഹായിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.